അപ്പോൾ കൗൺസിലർമാരൊക്കെ തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോഴും ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവരുൾപ്പെടെ വഴിതെറ്റിച്ചുകൊണ്ട് അവർ 5 വർഷം ജനങ്ങളുടെ പ്രവർത്തിക്കുന്നതിന് ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുൻ മേയർമാരും മന്ത്രിമാരും ഒക്കെ രംഗത്തിറങ്ങുന്നത് ഇനിയിപ്പോൾ മുൻ മന്ത്രിയായി. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് കാലം മാറി, പശ്ചിമ ബംഗാൾ പോലും മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മനസ്സ് മാറുവാനുള്ള തീരുമാനങ്ങൾ എടുക്കണം. എന്തായാലും ഭരണസമിതിയുടെ കൃത്യമായ ദിശയ്ക്കാണെന്നുള്ള തിരുവനന്തപുരത്തെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. സിറ്റിയിൽ വിജയിച്ചിരിക്കുന്ന 2 MLA-മാർ മുൻ കേന്ദ്രമന്ത്രിമാരാണ്. ആശയപരമായി ഭരണസമിതിയോടൊപ്പം നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അനുഭവ സമ്പത്തുള്ളവരാണ്. മന്ത്രിമാരായിട്ടും വിജയിച്ച മന്ത്രിസഭയിലെ വിജയിച്ച മന്ത്രിമാർ. ഒന്ന് വിദേശകാര്യമന്ത്രി, അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മറ്റൊരാൾ IT മിനിസ്റ്ററായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ സേവനം, അനുഭവം, പരിചയസമ്പത്ത്, ഭരണരംഗത്തുള്ള പരിചയസമ്പന്നതയൊക്കെ തന്നെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണസമിതിക്കും ജനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടായി മാറും.